ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. പി.കെ. കുഞ്ഞാലിക്കുട്ടി MLA വാക്കു പാലിച്ചു. ദിജിഷയ്ക്കിനി സന്തോഷയാത്ര. ഭിന്നശേഷിക്കാരിയായ 21-കാരി ദിജിഷയ്ക്ക് നൽകാമെന്നേറ്റ മുച്ചക്ര വാഹനം പി.കെ. കുഞ്ഞാലിക്കുട്ടി MLA കൈമാറി. താനൂരിൽ നടന്ന UDF കുറ്റവിചാരണ സദസ്സിൽ നിവേദനവുമായി എത്തിയ ദിജിഷയ്ക്ക് അന്ന് നൽകിയ വാക്കാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി MLA നിറവേറ്റിയത്. മുച്ചക്ര വേണമെന്നാണെന്നുള്ളതാണ് അപ്പോ എനിക്ക് ഒരു മുച്ചക്രവാഹനം അതേതായാലും നമുക്ക് സംഘടിപ്പിച്ചു കൊടുക്കാം. കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ സാധിക്കാതെ ദിജിഷ സ്വന്തമായൊരു മുച്ചക്രവാഹനത്തിനായി വർഷങ്ങളായി പല വാതിലുകളും മുട്ടിയിരുന്നു. പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അധികൃതർ എല്ലായ്പ്പോഴും തിരിച്ചയക്കുകയായിരുന്നു. ഇതിനിടെയാണ് താനൂരിലെ UDFന്റെ കുറ്റവിചാരണ സദസ്സിനെ കുറിച്ചറിഞ്ഞ ദിജിഷ നിവേദനവുമായി എത്തുന്നത്. വളരെ പ്രയാസപ്പെട്ട് സദസ്സിലേക്ക് കടന്നു വന്ന യുവതിയുടെ അടുത്തേക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ വേദിയിൽ നിന്നിറങ്ങി വന്ന് സങ്കടം കേൾക്കുകയായിരുന്നു. ആവശ്യമറിഞ്ഞ ഉടനെ UDF നേതാക്കളെ സാക്ഷി നിർത്തി പി.കെ. കുഞ്ഞാലിക്കുട്ടി വാഹനം നൽകാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. നമ്മൾ ഏത് കാര്യത്തിലും സർക്കാരിനെ കാത്തു നിന്നാൽ ചിലപ്പോൾ കാര്യം നടക്കൂല എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനസദസ്സുകളിലൊക്കെ വന്ന കാര്യങ്ങളിൽ പരിഹരിക്കാവുന്ന സംഗതികൾ പരിഹരിച്ച് കൊടുക്കണം എന്നാണ് UDF പൊതുവിൽ കൊണ്ടിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെയാണ് ലീഗ് പാർട്ടി ആ കാര്യത്തിൽ പ്രത്യേക മുൻകൈയെടുത്തത്. നമ്മൾ കഴിഞ്ഞ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ നിലയിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. പല കോട്ടാപുരത്തിലും കൂടി ഞാൻ പരാമർശിക്കാൻ കാരണമാണ്, വയനാട് പരാമർശിക്കാൻ കാരണമാണ് ആവുന്നത്ര ജനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പെറ്റീഷനുകളിലും കാര്യങ്ങളിലും ഒക്കെ. അതുകൊണ്ട് ജനസദസ്സ് കൊണ്ട് ആളുകൾക്കൊരു കാര്യമുണ്ട്. അവസാനം തന്റെ ആഗ്രഹം നിറവേറ്റിയ സന്തോഷത്തിലാണ് ദിജിഷ മടങ്ങിയത്. ആ സ്വപ്നമാണ് ഇപ്പോൾ പൂവണിഞ്ഞത്. ഇത്ര കാലവും സ്വന്തം കാര്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇനി എനിക്ക് സ്വന്തമായി ആരുടെയും ആശ്രയമില്ലാതെ യാത്ര ചെയ്യാം. സന്തോഷം മറച്ചുവെക്കാതെ ദിജിഷ പറഞ്ഞു. പി.കെ. കുഞ്ഞാലിക്കുട്ടി MLAയുടെ കരാത്തോട്ടെ വസതിയിൽ വെച്ചാണ് വാഹനം കൈമാറിയത്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.